പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 8-ാം വാക്യം. സാറായിയുടെ ദാസിയായ ഹാഗാറേ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? ഇന്ന് രാവിലെ പരിശുദ്ധ ആത്മാവ് ഈ രണ്ട് ചോദ്യം നമ്മളോടും ചോദിക്കുക. നീ എവിടെ നിന്നാണ് വരുന്നത്, നീ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മോട് തന്നെ ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവിക പദ്ധതി എന്തെന്ന് നമുക്ക് വെളിവായി കിട്ടും. ഒന്ന്, നീ എവിടെ നിന്ന് വരുന്നു? ഹല്ലേലൂയ. ഹാഗാറിനോട് ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഹാഗാറിന് മറച്ചു വെക്കാൻ ഒന്നും പറ്റത്തില്ല. തൻ്റെ യജമാനത്തിയായ സാറായിൽ നിന്ന് വഴക്കുണ്ടാക്കി ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന അവളോട് പരിശുദ്ധാത്മാവ് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന നിങ്ങളോടും ചോദിക്കുന്നു, സഹോദര സഹോദരി, നീ എവിടെ നിന്ന് വരുന്നു? നിൻ്റെ അവസ്ഥ, ഇന്നലെ വരെ നിൻ്റെ അവസ്ഥ എന്തായിരുന്നു? തിരുവചനത്തിൽ നാം വായിക്കുമ്പോൾ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്, അല്ല ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നിന്നെ അറിഞ്ഞ, നിന്നെ കണ്ട ഒരു കർത്താവിന് നിൻ്റെ ഭൂതകാലത്തെ നന്നായിട്ടറിയാം. ഇന്ന് പകൽക്കാലം ഒന്ന് ശോധന ചെയ്ത് തന്നെത്താനെ വിലയിരുത്തി ഒന്ന് പറയുമോ, കർത്താവേ, ഞാൻ ഇന്ന വ്യക്തിയാണ്, ഞാൻ ഇന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ്, എൻ്റെ ജീവിതത്തെ നിനക്ക് നന്നായിട്ടറിയാം. ഹല്ലേലൂയ. യാക്കോബ് ദൈവവുമായി മൽപ്പിടുത്തം നടത്തിയപ്പോൾ കർത്താവ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിൻ്റെ പേരെന്ത്? ഹല്ലേലൂയ. അവൻ യാക്കോബ് എന്ന് വെളിപ്പെടുത്തി. കഴിഞ്ഞ നാളുകളിൽ തൻ്റെ പിതാവ് അനുഗ്രഹിക്കാൻ വന്നപ്പോൾ യാക്കോബ് പേര് മാറ്റി ഏശാവെന്ന് പറഞ്ഞ് ജ്യേഷ്ഠൻ്റെ അനുഗ്രഹത്തെ വാങ്ങിയെങ്കിൽ, അവരെ പറ്റിച്ചെടുത്തെങ്കിൽ, ഇന്ന് പകൽക്കാലം നാം ഉള്ള അവസ്ഥയിൽ നന്നായിട്ട് അറിയുന്നൊരു കർത്താവ് ചോദിക്കുന്നു, നീ ആരാണ്? നീ എവിടെ നിന്ന് വരുന്നു? പ്രിയരെ, നമ്മെക്കുറിച്ച് ഒന്ന് ശോധന ചെയ്ത് നാം ആരെന്ന്, നാം എന്തെന്ന് ദൈവമുമ്പാകെ ഏറ്റു പറയുമോ? കർത്താവേ, എനിക്ക് നിന്നെ ഹല്ലേലൂയ അറിയാമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ മുമ്പാകെ, ഹല്ലേലൂയ, എന്നെ നന്നായിട്ട് അറിയാവുന്ന കർത്താവിൻ്റെ മുമ്പാകെ എൻ്റെ ഉള്ളം കരത്തെ, ഹല്ലേലൂയ, കരത്തെ ചേർത്ത് പിടിച്ച് എൻ്റെ തലമുടി നാരിഴ എണ്ണിത്തിട്ടപ്പെടുത്തി എന്നെ കരം പിടിച്ച് നടത്തുന്ന ആ കർത്താവിൻ്റെ മുമ്പാകെ ഒന്ന് ഏറ്റു പറയുമോ? നീ എവിടെ നിന്ന് വരുന്നു? നീ എവിടെ നിന്ന് വരുന്നു? ഇന്ന് പകൽക്കാലം കേൾക്കുന്ന നിങ്ങളോട് ആ ഒരു ചോദ്യം പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു. ഒന്ന് ഏറ്റു പറയണം, ഒന്ന് ദൈവം മുമ്പാകെ സമ്മതിക്കണം. നമ്മുടെ അവസ്ഥ, നമ്മുടെ വീഴ്ച, നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്ത് കർത്താവിനോടൊന്ന് ഏറ്റു പറഞ്ഞാട്ട്. രണ്ട്, കർത്താവ് ചോദിക്കുന്നു, നീ എവിടേക്കാണ് ഓടുന്നത്? നിൻ്റെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് നീ ചിലപ്പോൾ ഒളിച്ചോടുകയാണോ? നീ ദൈവത്തിൽ നിന്ന് മറഞ്ഞിരിക്കുകയാണോ? നീ എവിടേക്കാണ് പോകുന്നതെന്ന് ശോധന ചെയ്യാൻ ഇന്ന് പകൽക്കാലം പരിശുദ്ധ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു ആലോചനയുണ്ട്. നാം ചിന്തിക്കുന്നതിലുപരിയായി ദൈവം നമ്മെക്കുറിച്ച് വിചാരപ്പെടുന്നു. യേശയ്യാപ്രവചനത്തിൽ നാം വായിക്കുന്നു, ഹല്ലേലൂയ, എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളല്ല, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളുമല്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നമ്മെക്കുറിച്ച് ഉന്നതമായ വിചാരങ്ങൾ, ഉന്നതമായ വഴികൾ കർത്താവിനുണ്ട്. യെരമ്യാ പ്രവചനം 29-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ വായിക്കുന്നു, നാം പ്രത്യാശിക്കുന്ന ശുഭഭാവി നമുക്ക് ലഭിക്കാൻ തക്കവണ്ണം നമ്മെക്കുറിച്ചുള്ള കർത്താവിൻ്റെ വിചാരങ്ങൾ അത് തിന്മയ്ക്കല്ല, നന്മയ്ക്കുള്ള വിചാരങ്ങൾ. നമ്മെക്കുറിച്ച് നാം വിചാരപ്പെടുന്നതിനെക്കാട്ടിലും ഉപരിയായി ദൈവം വിചാരപ്പെടുന്നു, നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി. അതുകൊണ്ട് പ്രിയരെ, നാം എവിടെ പോകുന്നു എന്ന് നമുക്ക് നല്ല ബോധ്യം വേണം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ ഫിലിപ്പിയർ 1:20-21 വാക്യങ്ങളിൽ പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം തന്നെ ക്രിസ്തുവാ. ഹല്ലേലൂയ. നാം ക്രിസ്തുവിലേക്കാണ് നാം ഓടി എത്തേണ്ടത്. ഹല്ലേലൂയ. നിത്യതയുടെ തുറമുഖത്തെ നോക്കി യാത്ര ചെയ്യുന്ന ദൈവത്തിൻ്റെ മക്കളത്രയും നാം. നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. കാഹളം ധ്വനിക്കുമ്പോൾ കർത്താവിനോട് കൂടെ ആയിരിക്കാൻ തക്കവണ്ണം ദൈവത്തിന് നമ്മെക്കുറിച്ച് പദ്ധതിയുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കാൻ പോകുന്നു. വാസസ്ഥലം ഒരുക്കിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ എൻ്റെ അടുക്കലേക്ക് കൂട്ടിച്ചേർക്കും. പ്രിയരെ, ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി ഒരു നിത്യത
കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ഒരു നിത്യഭവനം ഒരുക്കിയിട്ടുണ്ട്. ഒരു നിത്യവാസം ദൈവത്തോട് കൂടെ ഒരുമിച്ചുള്ള ഒരു ജീവിതം ഒരുക്കിയിട്ടുണ്ട്. നാം അതിനുവേണ്ടി ഒരുങ്ങണം. അതിനുവേണ്ടിയ കർത്താവ് നമ്മെ വിളിച്ചത്. നമ്മുടെ ഈ ഓട്ടത്തിൽ നാം ആ ഒരു ലക്ഷ്യത്തെ നോക്കിയാണ് ഓടേണ്ടത്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ ഇപ്രകാരം വായിക്കുന്നു: വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കി നമ്മുടെ ഓട്ടം നാം സ്ഥിരതയോടെ ഓടണം. നമ്മുടെ മുമ്പിൽ ആ വെച്ചിരിക്കുന്ന ഹല്ലേലൂയ ആ നല്ല വിരുദിന് വേണ്ടി ഓടണം. ഹല്ലേലൂയ ഫിലിപ്പിയർ 3:14 പറയുന്നു, ഹല്ലേലൂയ മുമ്പിൽ വച്ചിരിക്കുന്ന പരമവിളിയുടെ വിരുദിന് വേണ്ടി നാം മുമ്പോട്ട് ആഞ്ഞ് നമുക്ക് ഓടാം. ചുറ്റുപാടും പലതും നമ്മെ പിന്നോട്ട് വലിക്കുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ പറയാൻ സാധിക്കണം, എൻ്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. എൻ്റെ ജീവിതത്തിന് ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു നിത്യമായ ഭവനമുണ്ട്. അതേ നോക്കിക്കൊണ്ടാണ് ഞാൻ പോകുന്നത്. നീ എവിടേക്ക് പോകുന്നു? നിൻ്റെ ജീവിത ലക്ഷ്യം എന്തെന്ന് ആര് ചോദിച്ചാലും, ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ധൈര്യത്തോടെ പറയണം, ഞാൻ എൻ്റെ കർത്താവിനെ കാണുവാൻ, കർത്താവിനോട് കൂടെ ആയിരിക്കാൻ, കർത്താവിനോട് കൂടെ ജീവിപ്പാൻ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നു, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഞാൻ മുമ്പോട്ട് പോകുന്നു. ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഹല്ലേലൂയ അതിനുവേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഇന്ന് പകൽക്കാലം നിങ്ങളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചാട്ട് എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് നമുക്ക് ഉത്തമമായൊരു ബോധ്യം വന്ന് നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് ക്രമപ്പെടുത്താം. നമ്മുടെ കർത്താവ് വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.